ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയോര സമരജാഥ ഇടുക്കിയിലെത്തുകയാണ്. ഒട്ടേറെ മേഖലകളിലൂടെ അത് കടന്നുപോകും. കഴിഞ്ഞ 25 ഇരിക്കൂറിൽ നിന്നും ആരംഭിച്ച ഈ ജാഥ ഫെബ്രുവരി 5 തിരുവനന്തപുരത്ത് സമാപിക്കും. ഏതാണ്ട് 430 പഞ്ചായത്തുകൾ നേരിടുന്ന രൂക്ഷമായ പ്രശ്നമേഖലകളിലൂടെ ജാഥ കടന്നുപോകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ജാഥ കടന്നു വരുന്നത്. മലയോര ജനത കഴിഞ്ഞ കാലത്തെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വളരെ തിക്തത അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ, ദുസ്സഹമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമരജാഥ കൊണ്ട് എന്താണ് പ്രയോജനം? കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ CS നാസർ. അദ്ദേഹം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സാർ. സാർ, മലയോര സമരജാഥ എന്ന പേരിൽ ഈ കഴിഞ്ഞ 26 ഇരിക്കൂറിൽ നിന്ന് 25 ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ച സമരജാഥ നാളെ, നമ്മൾ ഈ റെക്കോർഡിംഗ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്, ശനിയാഴ്ച അടിമാലിയിൽ എത്തിച്ചേരുകയാണ്. ഇടുക്കി ജില്ലയിലേക്കുള്ള ഒരു പ്രവേശം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ജാഥ ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു ജാഥയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ജാഥയുടെ ഒരു തിടുക്കവും ഈ ജാഥയുടെ ഒരു ഉദ്ദേശവും അങ്ങേക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന മലയോര സംരക്ഷണ ജാഥ, ഈ ജാഥ തീരുമാനിക്കുന്ന സമയത്ത് കേരളത്തിലെ മലയോര മേഖലകളെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്നതും, മലയോര മേഖലകളിൽ താമസിക്കുന്ന ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന 430 പഞ്ചായത്തുകളെ ബാധിക്കുന്ന വനനിയമം, ഒരു പുതിയ വനനിയമം ഇടത് ഗവൺമെൻറ് പ്രാബല്യത്തിൽ വരുത്തുവാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരമൊരു ജാഥയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചത്. മലയോര മേഖലകളെ മാത്രം സ്പർശിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന, ഇടത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായ നിയമനിർമ്മാണങ്ങളിലൂടെ, അവരുടെ ഉത്തരവുകളിലൂടെ ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന മലയോര ജനതയെ ഇനിയും ഒരു നിയമത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി, പലരും പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ കമ്മിറ്റി, ഐക്യ ജനാധിപത്യ മുന്നണി, മലയോര മേഖലകളിൽ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇടത് ഗവൺമെൻറ്റിൻ്റെ ഈ നെറുകെട്ട നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജാഥയ്ക്ക് തീരുമാനമെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മലയോര ജനത ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് 10-15 വർഷങ്ങളുടെ 1.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. കഴിഞ്ഞ UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലം തൊട്ടും ഇത് അതിനു മുമ്പ് തൊട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അടുത്ത കാലത്ത് രൂക്ഷമായി എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അടുത്ത കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 7-8 വർഷമായി മലയോര ജനത അസഹ്യമായ രീതിയിൽ, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പലായനം ഉണ്ടല്ലോ ഇവിടുന്ന്, അതൊക്കെ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അറിയാത്ത ഒരു നിശബ്ദ പലായനം. 1940-കളിൽ ഇങ്ങോട്ട് കയറിയ അതേ തരത്തിൽ ഇങ്ങോട്ട് എങ്ങനെയാണ് കുടിയേറ്റം നിശബ്ദമായി സംഭവിച്ചത്, അതുപോലെ തന്നെ ഒരു കുടിയിറക്കം സംഭവിക്കുന്നുണ്ട് ഇവിടുന്ന്. കാരണം ഇവിടെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, ഇവിടെ ജീവിതം ദുസ്സഹമായതുകൊണ്ടാണ്. അതിലേക്ക് നമുക്ക് വരാം തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ദുസ്സഹതകൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതുവരെ, ഇപ്പോൾ ഒരു എലക്ഷൻ വരുന്നു, ഒരു 1.5 വർഷം കഴിയുമ്പോൾ അധികം താമസിയാതെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു മലയോര സമരജാഥ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സാർ ഇവിടെ സൂചിപ്പിച്ച കാലഘട്ടമല്ല. 2006 അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം കേരളത്തിൻ്റെ വനം മന്ത്രിയുമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ മലയോര ജനത ദുരന്തം. 2006 ബിനോയ് വിശ്വം പുറപ്പെടുവിച്ചൊരു ഉത്തരവുണ്ട്. ഏറ്റവും കൂടുതൽ അഞ്ചനാട് വില്ലേജുകളിലെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ശീതകാല പച്ചക്കറിയുടെ ഏറ്റവും വലിയ ഉൽപ്പാദന കേന്ദ്രമായ വട്ടവട പഞ്ചായത്തിലെ ഏതാണ്ട് 3-4 വാർഡുകളെ ബാധിക്കുന്ന
ഒട്ടനവധി ആളുകൾ ജീവിക്കുന്ന പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും അംഗൻവാടിയും ആരോഗ്യ കേന്ദ്രവും ഉൾപ്പെടെയുള്ള ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ 62 58 ഉൾപ്പെടുന്ന ആ മേഖലയെ കുറിഞ്ഞി സാങ്ച്വറിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൈറേഞ്ചിലെ പ്രത്യേകിച്ച് ദേവികുളം താലൂക്കിലെ നമ്മുടെ ഇടയിലേക്ക് പുതിയൊരു നിരോധന ഉത്തരവ്. ആ 2006 ആ ഉത്തരവിന് ശേഷം 2008 അച്യുതാനന്ദനും ബിനോയ് വിശ്വവും റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരും ഉൾപ്പെടുന്ന ആളുകൾ മൂന്നാറിലേക്ക് അനധികൃത കയ്യേറ്റം എന്ന മേൽവിലാസം ചാർത്തി ഒട്ടനവധി കെട്ടിടങ്ങൾ ഇടിച്ചു തകർക്കുകയും അതിന് കാവൽ നിൽക്കുവാൻ കരിമ്പൂച്ചകളെ നിയമിക്കുകയും അങ്ങനെ അവിടെ നിക്ഷേപിച്ച അവിടെ അനധികൃതമായിരുന്നോ അതിന് നിയമാനുസൃതമായ നിർമ്മാണ രീതികളായിരുന്നു എന്നതിനപ്പുറത്തേക്ക് നിർമ്മിച്ച് പൂർത്തിയാക്കി വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലങ്ങളായി അത് ഉപയോഗത്തിലിരുന്നിരുന്ന ഒട്ടനവധി കെട്ടിടങ്ങൾ ഈ ലോകമഹായുദ്ധങ്ങളിലും ഈ അടുത്ത കാലത്ത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഗാസയിലൊക്കെ നടന്നതുപോലുള്ള ഹിറ്റാച്ചിയും JCBയും ഉപയോഗിച്ച് നമ്മുടെ നിർമ്മാണങ്ങളെ മുഴുവൻ അടിച്ചു തകർക്കുകയും കേരളത്തിലെ ഈ പിന്നോക്കമായ ഹൈറേഞ്ച് മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ഒരു മേഖല നശിപ്പിക്കുകയും ചെയ്യുവാൻ നേതൃത്വം കൊടുത്ത് 2006 ആരംഭിച്ച് 2024 വന നിയമ ഭേദഗതിയിലേക്കുള്ള നാൾവഴികൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ കേരളത്തിലെ ഈ ഹൈറേഞ്ച് മേഖല പ്രത്യേകിച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന യാതനയും വേദനയും എന്ന് ഇതിൻ്റെ ഇടയിൽ 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഒരു കെട്ടിടം പോലും സീൽ ചെയ്യുകയോ ഒരു കെട്ടിടം പോലും തകർക്കുകയോ ഒരു കെട്ടിടം പോലും ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് അംഗീകാരം കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി KSC ബോർഡിൽ നിന്ന് കണക്ഷൻ കിട്ടി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളാണ്. പട്ടയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഭൂനിയമത്തിന്റെ കാര്യത്തിലോ ഒന്നും ഉമ്മൻചാണ്ടി സർക്കാർ അന്നേരം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ 1964 ലാൻഡ് അസൈൻമെന്റ് ആക്ട് ഭൂ പരിഷ്കരണ നിയമം ആ ലാൻഡ് അസൈൻമെന്റ് ആക്ടിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടും വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് കേരളത്തിലെ പ്രത്യേകിച്ച് ഇത്തരം ജില്ലകളിൽ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, വയനാട് തുടങ്ങിയ വനമേഖലകൾ സ്പർശിക്കപ്പെടുന്ന മേഖലകളിലെ ജനങ്ങൾക്ക് 1964 ചട്ട ഭേദഗതി ഉണ്ടാകണമെന്ന് നിർബന്ധപൂർവ്വമുള്ള തീരുമാനം ഉണ്ടാകുകയും 93 അന്ന് കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വനത്തിൽ 77 മുമ്പ് താമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ ജീവിക്കുവാനും പണിയെടുക്കുവാനും കൃഷി നടത്തുവാനുമുള്ള എല്ലാ അധികാര അവകാശങ്ങളോടും കൂടി ഇതിൽ അമെൻമെന്റ് വരുത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് പ്രകൃതി സ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ കോടതികളെ സമീപിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് കേരളത്തിലെ വനം ഇല്ലാതാക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചാണ് പലപ്പോഴും ആ കഴിഞ്ഞ 2001, 2006, 2011, 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആ നിയമനിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുക. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന നമ്മുടെ ചില പരിസ്ഥിതി പൈതൃക മേഖലകളൊക്കെ സംരക്ഷിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് കാലാവസ്ഥ വ്യതിയാനങ്ങളും മാറ്റങ്ങളും ഒക്കെ ഒരു ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി നടന്ന ഒരു വലിയ അന്താരാഷ്ട്ര ചർച്ചയിൽ അതിനെ ഗൂഢാലോചന എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ ഒപ്പിട്ടത് UPA സർക്കാരിൻ്റെ കാലത്തല്ലേ, ജയറാം രമേശ് അല്ലേ അന്ന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്? നമ്മൾ ഈ ഉദാരവൽക്കരണ നയം രാജ്യത്ത് ലോകത്ത് എല്ലായിടത്തും സാമ്പത്തിക മേഖലയിലും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോകം തന്നെ ഒരു ഉദാരവൽക്കരണ സംവിധാനത്തിലേക്ക് മാറി. നമ്മൾ സ്വയാശ്രയമായിട്ട് ഉള്ള രീതിയിലേക്ക് ഈ രാജ്യം എത്തിയിട്ടില്ല. ഈ രാജ്യം പലപ്പോഴും യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ സമ്പന്ന രാജ്യങ്ങളെ പല കാര്യങ്ങളിലും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ അവർ പറയുന്നതിനേക്ക് അടിയറവ് വച്ചു പണയപ്പെടുത്തി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യത്ത് കാർബൺ ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ സ്വസ്ഥ ജീവിതം നശിപ്പിക്കാൻ പാകത്തിനുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോകുന്ന ആ സ്ഥിതിവിശേഷത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് 2013 നവംബർ മാസത്തിൽ രാജ്യത്ത് മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുമ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. കേരളത്തിൽ അത് പ്രായോഗികമല്ല എന്നും കേരളത്തിലെ ജനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഉമ്മൻ എന്ന് പറയുന്ന കമ്മീഷനെ നിയമിച്ചുകൊണ്ട്
അതിന് പ്രയോഗവൽക്കരിക്കുന്ന രീതിയിൽ ആളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള തീരുമാനവും നയപരമായ തീരുമാനമെടുത്ത സർക്കാരാണ് കേരളത്തിലെ ഗവൺമെന്റ്. മറ്റിതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ എത്രത്തോളം ബാധിച്ചു, അല്ല അതിൽ എത്രത്തോളം പ്രതിഷേധമുണ്ടായി എന്നതിനപ്പുറം ഏതായാലും മാധവ് ഗാഡ്ഗിൽ കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഏജൻസികൾ രാജ്യത്തേക്ക് വിടുന്ന കോടാനുകോടി ഡോളറിന്റെ ഗുണഭോക്താക്കളായ പരിസ്ഥിതിവാദികളായ ആളുകൾ ഇത് ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് യു പി എ സർക്കാർ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനവും ഒരു നയവും കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കേരളം അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനും എതിർക്കുവാനും ജനത്തോടൊപ്പം നിൽക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി പോലുള്ളൊരു പ്രദേശത്ത് വയനാടിൻ്റെ വനമേഖലയിൽ ഇപ്പോൾ അങ്ങ് ആദ്യം സൂചിപ്പിച്ച ഞാനും സൂചിപ്പിച്ച ജനജീവിതം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ക്ലേശകരമാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ബഫർ സോണിൻ്റെ കാര്യം, അതുപോലെ CHR പട്ടയത്തിൻ്റെ കാര്യത്തിൽ, ഒപ്പം തന്നെ റെഡ് സോണിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ചൊക്രമുടി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നാളെ എത്തുകയാണ്, ഡിമാൻഡിലെത്തുകയാണ്. ചൊക്രമുടിയിൽ അദ്ദേഹം നേരിട്ട് വരികയും അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങേക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സമരവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും ചൊക്രമുടി മാത്രമല്ല, ഇടുക്കി മലയോര മേഖല മുഴുവൻ വീണ്ടും ചർച്ചയാവും. കാര്യത്തിലൊന്നും സംശയവും വേണ്ട. പക്ഷെ ചൊക്രമുടിയിൽ വന്ന് പോയിട്ടും ഇപ്പോഴും ചൊക്രമുടിയിൽ കാര്യമാത്ര പ്രസക്തമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. കയ്യേറ്റം തുടരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും. അത് സ്വാഭാവികമായിട്ടും ഇത് ഭരിക്കുന്ന ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും അത്തരം ആളുകൾക്ക് പിന്നിൽ ചാലകശക്തിയായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ജില്ലയിൽ അതിനെ നയിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പ്രവേശനം തടഞ്ഞുകൊണ്ട് ഗേറ്റ് സ്ഥാപിക്കുകയും ആ ഗേറ്റ് താഴിട്ട് ഉത്തരവാദിത്തമുള്ള സർക്കാരിൻ്റെ ഭരണകർത്താക്കൾ തന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പൂട്ടുകയും ചെയ്ത ഗേറ്റ് തല്ലി തകർത്തിട്ടാണ് അകത്ത് കയറി കുറിഞ്ഞി ചെടികൾ വെട്ടി 1/2 ഏക്കറിൽ അല്ലെങ്കിൽ അധികം വരുന്ന സ്ഥലം വീണ്ടും തെളിച്ചെടുത്തത്. അപ്പോൾ അത് തന്നെ സാറിന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ, പോലീസിനെ, മറ്റിതര അധികാര സംവിധാനങ്ങളെ എല്ലാം ചോദ്യം ചെയ്യുവാനും വെല്ലുവിളിക്കുവാനുമുള്ള എല്ലാവിധ സംവിധാനവും ഭരണപരമായ പിന്തുണ ഇത്തരം ലോബികളുടെ പുറകിലുണ്ട്. ആ ലോബികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ആ ലോബികൾക്ക് വേണ്ട ഒത്താശ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആവശ്യമുള്ള മറ്റ് സംവിധാനങ്ങൾ, ഞാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും അവർക്കെല്ലാം വേണ്ടിടത്ത് കൊടുക്കേണ്ടിടത്ത് ചെല്ലേണ്ടിടത്ത് എത്തേണ്ട സംവിധാനങ്ങൾ കൃത്യമായി എത്തിക്കും അല്ലെങ്കിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ആളുകളെ, ഇത്തരം ആളുകളെ എന്ന് വെച്ചാൽ ചൊക്രമുടി പോലെയുള്ള പ്രകൃതി സംരക്ഷണം അനിവാര്യമായ സംരക്ഷിക്കപ്പെടേണ്ട ആ ഒരു മൊട്ടക്കുന്ന്, വളരെ അടുത്ത കാലത്ത് ഞാനും അവിടെ പോയി ആ സ്ഥലം കണ്ടതാണ്. ആ മൊട്ടക്കുന്ന് സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിപക്ഷ നിരയിലുള്ള ആരും ആ സംഭവത്തെ അനുകൂലിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം ആളുകൾക്ക്, അത്തരം മാഫിയകൾ ഉണ്ടാക്കുന്ന വൃത്തികേടുകൾ സാധാരണക്കാരായ ആളുകളെ കയ്യേറ്റക്കാരും പിടിച്ചുപറിക്കാരും അല്ലെങ്കിൽ വനം കയ്യേറ്റക്കാരുമായി ചിത്രീകരിക്കുന്നതിലേക്ക് പൊതു സമൂഹം, പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾ പോലും ഇത്തരം വൻകിട കയ്യേറ്റങ്ങളും ഇത്തരം ചൊക്രമുടി പോലെയുള്ള സംഭവ വികാസങ്ങളും ഇത് ഹൈറേഞ്ചിൻ്റെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ എല്ലാവർക്കും ബാധകമാണ്, എല്ലാവരും ചെയ്യുന്നതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമ്മുടെ ഭൂമിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, നാം ആവശ്യപ്പെടുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാതെ പോകുന്നു എന്നുള്ള ദയനീയമായൊരവസ്ഥ കേരളത്തിൽ നിൽക്കുന്നു. ഒരു ഭാഗത്ത് സമിതി രൂപീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങുകയാണ്. അത് പ്രതിപക്ഷത്തിനും ഉണ്ട്, ആ ഭരണപക്ഷത്തുമുള്ള അംഗങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതിശക്തമായ പ്രതിഷേധം ബൈസൺ വാലി ഭാഗത്തും നമ്മുടെ മലയോര ഭാഗത്തും ഈ കയ്യേറ്റത്തിനെതിരെയുണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെ കയ്യേറിയവർക്കെതിരെ ഒരു ക്രിമിനൽ കേസുകളോ ഒന്നും എടുത്തിട്ടില്ല. എടുക്കാൻ മുന്നോട്ട് പോവുകയാണ്, എടുക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്, സബ് കളക്ടർ പറയുന്നത്. ഏതായാലും നമുക്കതിലേക്ക് വരാം സാർ. ഇപ്പോൾ ഈ നാളെ പ്രതിപക്ഷ നേതാവ് എത്തുകയാണ്. മലയോര മേഖലയിൽ തീർച്ചയായിട്ടും ഒരു ചലനം ഉണ്ടാകുമെന്ന കാര്യം സംശയമൊന്നുമില്ല. കാരണം ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും പൂർണ്ണമായി ബോധവാന്മാരല്ല എന്താണ് ഇടുക്കിയിൽ സംഭവിക്കുന്നതെന്ന്. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥലം കാലിയാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇവിടെ നിർമ്മാണ നിരോധനം നടക്കുന്ന വില്ലേജുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, ഒപ്പം തന്നെ ബഫർ സോണിൻ്റെ പ്രശ്നം, റെഡ് സോണിൻ്റെ പ്രശ്നം, ഏറ്റവും രൂക്ഷമായി മാറിയിരിക്കുന്നത് വന്യജീവി ശല്യമാണ്.
അപ്പം ജനങ്ങൾക്ക് ഒരു തരത്തിലും കൃഷി ചെയ്ത്, നല്ല കൃഷിക്കാരാണല്ലോ ഇവിടെ മുഴുവൻ, ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കുരങ്ങായിട്ടും കാട്ടുപന്നിയായിട്ടും ആനയായിട്ടും മാറുകയാണ്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിൽ ഇപ്പം സാറ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിലേക്ക് ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസത്തെ ചർച്ചയായിരുന്നു. ഇടുക്കി ജില്ലയിലെ 17,000 ഹെക്ടർ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. 17,000 ഹെക്ടർ ഭൂമി വനഭൂമിയാക്കുന്ന ഒരു നടപടി ഇടുക്കി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലുമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നമുക്ക് നമ്മുടെ താലൂക്കിൽ, നമ്മുടെ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഈ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ചെങ്കുളം ഏതാണ്ട് 3-4 പതിറ്റാണ്ട് മുമ്പ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കമ്പനിക്ക് പൾപ്പ് നിർമ്മാണത്തിനായി യൂക്കാലിപ്റ്റസ് നടുന്നതിന് റവന്യൂ വകുപ്പ് വനം വകുപ്പിന് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ്. റവന്യൂ വകുപ്പിന്റെ പൂർണ്ണ അധികാര അവകാശങ്ങളിലുള്ള ചെങ്കുളത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ലീസിന് കൊടുത്ത് അത് നമ്മുടെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അത് നിലനിൽക്കുന്നതിന് വേണ്ടി അവിടെ പ്ലാന്റ് ചെയ്യാൻ മാത്രം അനുമതി കൊടുത്ത ആ സ്ഥലത്ത് 3 തവണ അവിടെ നിന്ന് യൂക്കാലിപ്റ്റസ് വെട്ടി കൊണ്ടുപോയി. കൃത്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലീസ് തുക റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അടച്ചുകൊണ്ടിരുന്ന ഒരിക്കലും വനം വകുപ്പിന് അവകാശപ്പെട്ട ഭൂമിയല്ല. ഒരിക്കലും അവകാശപ്പെട്ട ഭൂമി അല്ല എന്ന് കൃത്യമായ രേഖകളോടുകൂടി വളരെ വ്യക്തമായ അധികാരം റവന്യൂ വകുപ്പിനുള്ള ഭൂമി ഒരു സുപ്രഭാതത്തിൽ മൂന്നാർ DFOയുടെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ അത് റിസർവ് വനമായിട്ട്, റിസർവ് ഫോറസ്റ്റ് ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിലുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് പലവട്ടം ചർച്ച ചെയ്താണ്. സാർ പറഞ്ഞു ഒരു ആവാസ വ്യവസ്ഥയോ വനത്തെ സംബന്ധിക്കുന്ന സ്റ്റാറ്റസും ഇല്ല. യാതൊരു ആവാസ വ്യവസ്ഥയില്ലാത്ത ഒരു മേഖല, പ്രത്യേകിച്ച് ജനവാസ മേഖല എന്ന് നമ്മൾ പറയാൻ ചേർന്ന് കിടക്കുന്ന ഒരു മേഖല. ഇതൊക്കെ ഈ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മാങ്കുളത്ത്, ചിന്നക്കനാലില് ഒക്കെ നമ്മൾ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഈ 17,000 ഹെക്ടറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്വരിത വേഗത്തിലുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആളുകൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയതാണ്, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതാണ്. എന്നിട്ടും MM മണി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും ഇടുക്കി ജില്ലയിലെ മുതിർന്ന നേതാവായ MM മണി ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു വച്ച ഒരു പ്രവൃത്തി ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള MLA ആയ റോഷി അഗസ്റ്റിൻ കേരളത്തിന്റെ ക്യാബിനറ്റിലിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മുടെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പൂപ്പാറയിൽ ആനയിറങ്ങൽ ഡാമിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ ആ ഡാമിന്റെ നിർമ്മാണത്തിന് ശേഷം പൂപ്പാറ ടൗണിൽ ചെറിയ ഷെഡുകളും ചെറിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് ചെറിയ ബിസിനസ് ആരംഭിച്ചു. ആ 4-5 പതിറ്റാണ്ട് മുമ്പ് അവരവിടെ ജീവനോപാധി കണ്ടെത്തി ആ പൂപ്പാറയിൽ ജീവിതം ആരംഭിച്ച് വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് ഒരു കോടതി വിധി. രാജ്യത്ത് സാറേ ഒരു കാര്യം പറയാം, രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നത് ഒന്നുകിൽ പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ. ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുമ്പോൾ, നിയമത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് കോടതികൾക്ക് ഇടപെടാനുള്ള അവകാശമുള്ളൂ. കോടതി നിയമം നിർമ്മിക്കുന്നില്ല. അപ്പൊ അത് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 100ഓളം വരുന്ന ആളുകൾ ഇപ്പോഴും പെരുവഴിയിൽ കിടക്കുന്നു. എപ്പോൾ വേണമെങ്കിലും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇറക്കി വിടാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് MM മണി പ്രതിനിധാനം ചെയ്യുന്ന ഉടുമ്പൻചോല താലൂക്കിലെ ശാന്തമ്പാറ പഞ്ചായത്തിലെ പൂപ്പാറയിൽ നമ്മുടെ മൂക്കിന് താഴെയുള്ള ആ സ്ഥലത്തുള്ള ആ ചെറിയ കാര്യം പലായനം അനിവാര്യമാക്കുന്നു. മക്കൾ പറയുന്നു നമുക്കിവിടെ ജീവിക്കണ്ട, എന്നും രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കി വെച്ചതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥ. പട്ടാളത്തിന്റെ പട്ടാള ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവിടെ 144 പ്രഖ്യാപിച്ചുകൊണ്ട്
നിശാനിയമം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആളുകളെ തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടെ അവരെല്ലാം കുടിയൊഴിപ്പിച്ചത്. ഈ കാര്യങ്ങളിലൊക്കെ അവിടെ പ്രത്യേകിച്ച് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് ഈ ജാഥ ചെന്നെത്തും എന്നങ്ങ് കരുതുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി പറയുന്നത്, ഈ 430 പഞ്ചായത്തുകൾ, 1000-ഓളം പഞ്ചായത്തുകളിൽ 430-ഓളം പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ, ആ ജനവിഭാഗത്തെ സംരക്ഷിക്കുവാനുള്ള നയപരമായ തീരുമാനങ്ങളും നിയമപരമായ നടപടികളും UDF അധികാരത്തിൽ വന്ന 2026 ഏപ്രിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് നിർത്തിയാൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. അത് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ, വന്യജീവി അക്രമം ഉൾപ്പെടെ, ഇവിടുത്തെ വനവൽക്കരണം ഉൾപ്പെടെ, ഇവിടുത്തെ കാർബൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന നീചമായ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി മലയോര മേഖലയിലെ സാധാരണക്കാരായ ആളുകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് കണ്ണൂരിൽ നിന്ന്. എങ്ങനെ നടക്കുമെന്ന് ഞാൻ വീണ്ടും ചോദിക്കും. സ്വാഭാവികമായ സങ്കീർണമായ ഒട്ടനവധി കടമ്പകൾ ഇതിന്റെ കൂടെ ഉണ്ട് എങ്കിൽ പോലും ഒരു ആശ്വാസം നൽകുന്ന നടപടിയായിരിക്കും. ഒരിക്കലും പുലി പിടിച്ചു കൊണ്ടുപോയി ആളുകളെ ശാപ്പിടുന്ന അവസ്ഥയിലേക്ക്, ആനയുടെ അക്രമത്തിൽ നിരന്തരം ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഒട്ടനവധി കുടുംബങ്ങൾ അനാഥമാകുന്ന അവസ്ഥയിലേക്ക്, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് ഒരു വിളംബരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇവർ യാത്ര പുറപ്പെടുന്ന 25-ാം തീയതി പുറപ്പെടുന്ന അന്നാണ് വയനാട്ടിൽ ഒരു ആദിവാസി സ്ത്രീയെ പുലി കൊന്നത്. അത്രയും ഒരു കേരളം അത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ ഈ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ കേന്ദ്ര വന നിയമം എന്ന് പറയുന്നത് വളരെ കർക്കശമാണ്, വളരെ നിശ്ചിതമായ വന നിയമമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്ന് ഫോറസ്റ്റുകാർ പറയുന്നു. പക്ഷെ ഫോറസ്റ്റുകാരെ കൊണ്ട് ജനം വല്ലാതെ പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കാര്യത്തിലൊന്നും UDF കാര്യമായി ജനപക്ഷത്തിൽ നിന്ന് സംസാരിച്ചു എന്ന് തോന്നിയിട്ടില്ല? ഒരുപക്ഷെ ഈ വനം എന്നുള്ള കാര്യം പറയുമ്പോൾ എപ്പോഴും പ്രകൃതിയോടുള്ള ഒരു രീതി പ്രകടിപ്പിക്കുന്ന ആളുകളോടാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പ്രതികരണം പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ പ്രകൃതിവാദികളായ ആളുകൾ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ചില മിത്തുകൾ, ഇപ്പം 20 വർഷം മുമ്പ് 27% കേരളത്തിലെ വന വിസ്തൃതി 30%, ഇപ്പൊ നിലവിൽ 30%. അത് 35% ആക്കണമെന്നാണ്. അപ്പൊ അതിലേക്ക് എത്തിക്കുവാനുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചനകൾക്ക് എപ്പോഴും ഭരിക്കുന്ന ആളുകളും ഒരു പക്ഷേ ഇവരോട് അല്പം അടുപ്പവും കടപ്പാടും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും അത്തരം ഒരു സമീപനം ഉണ്ടായെങ്കിൽ പോലും പൊതുവായ സമീപനം ഇതായിരിക്കും എന്ന് അങ്ങ് പറഞ്ഞത് ഒരു കാര്യം വാസ്തവമാണ്. കാരണം വെച്ചാൽ ഈ പ്രകൃതി സ്നേഹികളോടും പരിസ്ഥിതിവാദികളോടും ഒക്കെ പൊതുസമൂഹത്തിന് ഒരു താല്പര്യാദി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക രംഗത്തുള്ളവർ. കാരണം പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ ഈ കർഷകരാണ് യഥാർത്ഥ പ്രകൃതി സംരക്ഷകരെന്നും യഥാർത്ഥത്തിൽ കർഷകർ കഴിഞ്ഞിട്ടാണ് ബാക്കി ഏത് പരിസ്ഥിതിവാദികളുള്ളൂ എന്നൊക്കെ പൊതുസമൂഹം അല്ലെങ്കിൽ അവരുടെ പൊതുബോധത്തിലേക്ക് എത്തിയത് വളരെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ കപട പരിസ്ഥിതിവാദികളെയൊക്കെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പരിസ്ഥിതിക്കും അപ്പുറത്ത് ഇവിടെ ജീവിതമാണ്, അതിജീവനം ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിലുള്ള ജീവിതം ഇപ്പോൾ അതിജീവനമായി മാറിയിരിക്കുക. അതുകൊണ്ട് ഈ അതിജീവനത്തിലേക്ക് വന്നപ്പോഴാണ് ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഫോറസ്റ്റുകാരുടെ ഏത് വനനിയമം ആകട്ടെ എന്തു ആവട്ടെ, വനനിയമം ഈയിടെ പിൻവലിക്കാനുള്ള അതിശക്തമായ പ്രതിഷേധത്തിൽ തുടർന്ന് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന്. കേന്ദ്ര ഗവൺമെന്റിൽ കുറച്ച് അമെൻമെന്റ്സ് ഒക്കെ അതിൽ വരുത്തിയെങ്കിലും നമുക്ക് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഫോറസ്റ്റ് വനപാലകർ അവരുടെ സേവനങ്ങൾ, അവരുടെ ജോലികളൊക്കെ വനത്തിൻ്റെ ഉള്ളിൽ നടത്തണം. അതാണ് ശരി. ഈ കാടിറങ്ങുന്ന വന്യതയുണ്ടല്ലോ, കാടിറങ്ങുന്ന ആനകളൊക്കെ അതിനൊപ്പം മനുഷ്യരെ തിന്നുന്നു. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച കടുവ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പകുതിയോളം ഭക്ഷിച്ച് അവസ്ഥയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഈ വനപാലകർ നാട്ടിലിറങ്ങി ജനങ്ങളെ തടയുകയാണ് പല കാര്യങ്ങളിലും. നാട്ടിൽ അവരുടെ സേവന മേഖല എവിടെയാണ്?
ആ കാര്യത്തിലൊക്കെ ഒരു നാട്ടിലിറങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ കാര്യത്തിലൊന്നും അതിനകത്തൊരു ഒരു അതിനൊരു ഒരു ബൗണ്ടറി നിശ്ചയിക്കണം. ഒരു ബൗണ്ടറി ആ നിശ്ചയിക്കണം. ബൗണ്ടറിക്കുള്ളിലാണ് അവരുടെ അധികാര കാര്യങ്ങൾ എന്നുള്ളത് വരേണ്ടത്. വരേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടണം. അത് അപ്പം അങ്ങനെ നമ്മൾ പൊതുസമൂഹം അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആളുകൾ അത് ആഗ്രഹിക്കുമ്പോഴാണ് ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് പോലും സംശയാസ്പദമായ നിലയിൽ വനത്തിലോ വന അതിർത്തിയിലോ ഒരു വ്യക്തിയെ കണ്ടാൽ അതൊരു മറ്റുദ്ദേശത്തോടു കൂടിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ മതി. ആർക്കാണ്? ഈ ഉദ്യോഗസ്ഥന്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ. അതെ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് അനുസരിച്ച് വളരെ താഴെയാണ്. അതെ. റേഞ്ച് ഓഫീസറുടെ കീഴിൽ 5-6 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്. അപ്പൊ റേഞ്ച് ഓഫീസർ എന്ന് പറയുന്ന ഒരു ആ റാങ്കിനൊക്കെ ഉള്ള താഴെയുള്ള ഒരാൾക്ക് അയാൾ നടന്നു പോണ വഴിക്ക് ഒരാളെ വനാതിർത്തിയിൽ വച്ച് കണ്ടാൽ അയാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു ശത്രുവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാളോട് വൈരാഗ്യമോ ഉണ്ട് എങ്കിൽ അയാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണകൂട ഭീകരത, ആ ഭരണകൂട ഭീകരത ഏതായാലും കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഭരണപക്ഷത്തുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPI പോലെയൊക്കെയുള്ള ഇച്ചിരി ജനാഭിമുഖ്യമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്ന മനുഷ്യത്വത്തിന്റെ മുഖമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ആ നിയമത്തിനെതിരായിട്ട് പ്രതികരിച്ചില്ല. ഇവിടുത്തെ സഭകള്, ഇവിടുത്തെ അരാഷ്ട്രീയ സംഘടനകൾ, ഇവിടുത്തെ മറ്റിതര പ്രസ്ഥാനങ്ങളാണ് ഇത് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ആ കൂടെ ആ വനനിയമം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്ന ശക്തമായ തീരുമാനം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി എടുത്തു എന്നുള്ളതാണ് ആശാവഹമായ ഒരു കാര്യം. ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ നേതാവ് മലയോര മേഖലകളിലൊക്കെ. അപ്പോൾ ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാതിരിക്കാം. അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കർക്കശമായ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു വെച്ച നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും. നാളെ രാവിലെ 10 മണിക്കാണ് അടിമാലിയിൽ ജാഥ എത്തിച്ചേരുന്നത്. ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ വലിയ ഉന്നതന്മാരായ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും ഒരു നിര തന്നെ നാളെ രാവിലെ അടിമാലിയിൽ എത്തിച്ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ പരാമർശിക്കപ്പെടുന്ന ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും നാളെ ഒരു പ്രഖ്യാപനത്തിൻ്റെ രീതിയിലായിരിക്കും നാളെ അടിമാലിയിൽ തടിച്ചുകൂടുന്ന ജനസഞ്ചയത്തോട് വളരെ ഉത്തരവാദിത്തപൂർണ്ണമായ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, UDFന് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നാടനുഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള നിയമനിർമ്മാണങ്ങളും നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായും നാളെ പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ നടക്കുന്ന യോഗത്തിൽ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുന്ന രീതിയിലേക്കായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്താൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുകയാണ്. 64 ചട്ടഭേദഗതി വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയത്. കാര്യം കുറേ സമയമെടുത്തു. ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള വലിയ തർക്കവിതർക്കങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ ഗവർണർ തടഞ്ഞു വെച്ചു. പിന്നീട് ഗവർണർ ഒപ്പിട്ടു. അത് ഒപ്പിട്ടിട്ട് തന്നെ മാസങ്ങൾ പിന്നിടുകയാണ്. വളരെ മാസങ്ങളൊക്കെ പിന്നിടെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒന്നും സംഭവിച്ചില്ല. അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? സാർ, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ കരമടയ്ക്കുന്ന ഭൂമിയിൽ കർഷകന് അവന് അല്പവും കൂടി സ്വാതന്ത്ര്യം ലഭിക്കത്തക്ക രീതിയിൽ ഒരു വീട് വയ്ക്കുവാനും വീട്ടിലേക്കുള്ള വഴി ഉണ്ടാക്കുവാനും ചെറിയൊരു വ്യാപാര സംരംഭം ഉണ്ടാക്കുവാനും മാത്രമാണ് നമ്മുടെ ഈ നിയമത്തിൽ 60 നിയമത്തിലും 64 ചട്ടത്തിലും അനുമതി നൽകുന്നുള്ളൂ. അതാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറയുന്നത്. കോടതി നോക്കുന്നതിന് നിയമമാണ് നോക്കുന്നത്. നിയമത്തിൽ എന്തെങ്കിലും ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ അമെൻമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതി ഇതിനകത്ത് ഒരു കക്ഷിയല്ല. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പട്ടയ ഭൂമിയിൽ പട്ടയ ഹോൾഡറുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും 1960 ലാൻഡ് അസൈൻമെന്റ് ആക്റ്റും 64 ലാൻഡ് അസൈൻമെന്റ് റൂളും ഭേദഗതി ചെയ്യും എന്നുള്ളത്. അതുകൂടി എനിക്ക് തോന്നുന്നു ഞങ്ങൾ നമ്മുടെ ജാഥയിലുള്ള മുഖ്യ മുദ്രാവാക്യമായിട്ട് അത് രേഖപ്പെടുത്താത്തതിൻ്റെ പേരിൽ അടിമാലിയിലെ ബഹുമാന്യനായ UDFന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയിരുന്ന് നാളെ അക്കാര്യവും കൂടി അസന്നിഗ്ധമായി അടിമാലിയിലെ യോഗത്തിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കർഷകർക്ക്, ഭൂ ഉടമകൾക്ക് അനുകൂലമായ അവൻ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ചട്ട ഭേദഗതി ഉണ്ടാകാനുള്ള തീരുമാനവും ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കും. CHR മേഖലയിലെ വിവാദങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് അത് വല്ലാതെ രൂക്ഷമായിട്ടുണ്ട്. അത് കുത്തകപ്പാട്ട വ്യവസ്ഥയായിട്ടും ഏലത്തോട്ടമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന വനഭൂമിയാണോ അല്ലയോ എന്ന തർക്കങ്ങളൊക്കെ വരികയാണ്. ഇപ്പം അത് വനഭൂമിയാണ് എന്നതിലേക്കൊക്കെ പോവുകയാണ് കാര്യങ്ങൾ. അതിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കും?
തീർച്ചയായിട്ടും ആദ്യമേ എന്ന് വെച്ചാൽ ഉടുമ്പൻചോല താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടുമ്പൻചോല താലൂക്കിലാണ് കാടമം ഹിൽ റിസർവ് എന്ന് പറയുന്ന CHRന്റെ പരിധിയിൽ വരുന്നത്. അത് നമ്മുടെ പള്ളിവാസൽ ഉൾപ്പെടെയുള്ള ചില മേഖലകളിലേക്ക് ഫോറസ്റ്റുകാർ രേഖകളിൽ തിരുത്തൽ വരുത്തി ദേവികുളം താലൂക്കിൻ്റെ ചില മേഖലകളിലേക്ക് പീരുമേട് താലൂക്കിൻ്റെ ചില അതിർത്തി പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 15,000 ശിഷ്ടം ഏക്കർ സ്ഥലത്ത് ആണ് കാടമം ഹിൽ റിസർവ് എന്ന പരിധിക്കകത്ത് വരുന്ന ആ നാമധേയത്തിലുള്ള ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അത് ഫോറസ്റ്റുകാർ 15,000 ഇപ്പുറേ ഒരു ഒന്നും കൂടെ ഇട്ട് അത് 1.5 ലക്ഷം ഹെക്ടറാക്കി 2 ലക്ഷം ആക്കി വേർതിരുത്തി. അങ്ങനെ ഉടുമ്പൻചോല സാറേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് തിരുവിതാംകൂർ രാജാവിൻ്റെ വിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വിട്ട് വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാടിന് എല്ലാവിധമായ പശ്ചാത്തല സൗകര്യവും ഉണ്ട് എന്നുള്ളതിനെ പരിപൂർണമായി വിനിയോഗിക്കാൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ കാണിച്ച ആ മര്യാദ പോലും വർത്തമാന കാലഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ കാണിക്കുന്നില്ല എന്ന ഏറ്റവും മോശമായ ഏറ്റവും നമുക്ക് അവിടെ ഉടുമ്പൻചോലയുടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നി വൺ ലൈഫ് വണ്ടർത്തിനെ പോലെയുള്ള പ്രകൃതിവാദികൾ യാത്ര ചെയ്യണം. 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ആ നാട്ടിൽ ഇപ്പോഴും നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ് ഏലത്തോട്ടങ്ങൾ. അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും അതേപോലെ 150, 200, 500 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ, ഹരിത മനോഹരമായ ആ നാട്ടിൽ ഇന്ന് അവിടെ വനം കൊള്ളയില്ല, വനം കയ്യേറ്റമില്ല. അവിടെ ആ ഭൂമി സംരക്ഷിക്കുന്ന കൃഷിക്കാരനെ ഈ ഫോറസ്റ്റിന്റെ അണ്ടറിലേക്ക്, അത് വനം വകുപ്പിന്റെ അണ്ടറിലേക്ക് കൊണ്ടുപോകുന്ന ആ നിയമത്തിന്റെ കുരുക്കുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വന്യമൃഗങ്ങളെ പോറ്റി വളർത്താനുള്ള സങ്കേതമാക്കി മാറ്റുവാനുള്ള ദുഷ്ടശക്തികളുടെ ആലോചനകളുടെ ഫലമാണ്. അല്ലാതെ ആ നാട്ടിൽ നടക്കുന്ന വനം കയ്യേറ്റത്തിന്റെ പേരിലൊന്നും അല്ല എന്നുള്ളത് ആ നാടൊന്ന് കാണാൻ പോകുന്ന ആളുകൾക്ക് പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാവും. അപ്പൊ അപ്പോഴും അവിടെയും ഒരു പക്ഷേ കാർബൺ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ നാടുമായിട്ട് യാതൊരു കടപ്പാടില്ലാത്ത, ഈ നാട് എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത, ഈ നാടിൻ്റെ സംസ്കാര പാരമ്പര്യം എന്താണെന്ന് യാതൊരു അറിവുമില്ലാത്ത, വടക്കേ ഇന്ത്യയിൽ നിന്ന് IAS-ഉം IFS-ഉം IPS-ഉം ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന ആളുകളാണ് ഇവിടെ നിയമം ഉണ്ടാക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും എന്നുള്ള ഏറ്റവും മോശമായ അവസ്ഥയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കപ്പെടുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് സാധാരണക്കാരൻ മനസ്സിൽ അങ്ങനെ ചിന്തയും ചർച്ചയും നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. സാറേ, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഞാൻ അവസാനമായി സാറിനോട് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിർമ്മാണ നിരോധനം സാധാരണക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവനൊരു ചെറിയ 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വെക്കണമെങ്കിൽ പോലും, അവന് തറ മാന്തണമെങ്കിൽ, കല്ല് പൊട്ടിക്കണമെങ്കിൽ, അവന് മണൽ കൊണ്ടുവരണമെങ്കിൽ എന്ന് വേണ്ട, എല്ലാ തരത്തിലും സാധാരണ ജനം ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ തരത്തിൽ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് അതിനകത്ത് തുടക്കം മുതൽ കയറി ഇറങ്ങി മടുക്കുന്നു. പലപ്പോഴും എല്ലാവിധ പേപ്പറുകൾക്ക് വില്ലേജ് ഓഫീസിൽ പല തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. അവർ സ്ഥലം വന്ന് നോക്കുന്നു, ഈ സാധാരണക്കാരന് അതിൻ്റെ വണ്ടിക്കൂലി കൊടുക്കുന്നു എന്ന് വേണ്ട. അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് കണക്കില്ല. അവൻ കണ്ണീരുപ്പിട്ട് വെച്ച കഞ്ഞി കുടിച്ചാണ് പലപ്പോഴും ജീവിക്കുന്നത് ഇവിടെ, അല്ലാതെ വേറെ മാർഗമില്ല. ആ സ്ഥാനത്ത് അങ്ങേക്കറിയാലോ, അങ്ങൊരു പൊതുപ്രവർത്തകനാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള, അതായത് നമ്മളുടെ അയൽവക്ക പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ 8-9 നിലകളുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, അല്ലേ? വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ചിന്നക്കനാൽ പോലുള്ള പഞ്ചായത്ത് റെഡ് സോൺ, അവിടെ കാടിന്റെ റിസർവ്, ഈ വനം എന്ന് വേണ്ട, അതുപോലെ ആനയിറങ്ങൾ, ഡാം, ഇതെല്ലാം നിൽക്കുന്നിടത്ത് ഇപ്പോഴും നൂറുകണക്കിന് റിസോർട്ടുകളുടെ പണി നടക്കുന്നുണ്ട്. അത് വളരെ ഭീകരമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ നന്നായി നടക്കുകയാണ്, വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ ജനങ്ങൾക്കും ഒരു നിയമമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും എന്നിട്ട് അത് വ്യത്യസ്ത രീതിയിൽ നടപ്പിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനെ അഭിസംബോധന ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എനിക്ക് തോന്നുന്നു, ഞാനൊരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ പറയട്ടെ, രാജ്യത്ത് ജനാധിപത്യത്തിൽ വെള്ളം ചേർക്കപ്പെടുകയും ചില സംവിധാനങ്ങളുടെ ആധിപത്യം, ജന എന്നുള്ള വാക്ക് എവിടെയോ വിസ്മരിക്കപ്പെടുകയും സംവിധാനങ്ങളുടെ ആധിപത്യം പണാധിപത്യത്തിനും സ്വാധീനത്തിനുമൊക്കെ വശംവദമാകുന്ന ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമ്പോൾ ഉള്ളവന് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നിയന്ത്രണമില്ലാത്ത എല്ലാവിധ സഹായങ്ങളും കിട്ടുകയും
ഇത് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ആളുകൾ അവൻ്റെ അവകാശം ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് അവൻ്റെ അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങ് പറഞ്ഞ എത്രയോ ശരിയാണ്. വർത്തമാനകാല അവസ്ഥ അതൊരു വല്ലാത്ത ദശാസന്ധി, അത് രാഷ്ട്രീയ പാർട്ടികള് പ്രതിസന്ധിയുമാണ്. അത് രാഷ്ട്രീയ പാർട്ടികള് അഡ്രസ് കണ്ണു ചെയ്യേണ്ടത്. തുറന്ന് കണ്ടില്ല എങ്കിൽ അവിടെ പകരമുള്ള ചില മറ്റിതര കക്ഷികൾ, തീവ്രവാദ സ്വഭാവമൊക്കെ ഉള്ള മറ്റിതര കക്ഷികൾ ഇടം പിടിക്കുന്നിടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. അത് അങ്ങ് സൂചിപ്പിച്ച വളരെ ശരിയാണ്. പൂജിതൻ എന്നും പൂജിക്കപ്പെടുകയും സമ്പന്നൻ വീണ്ടും സമ്പന്നവനാകുന്ന സംവിധാനത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ. പക്ഷേ ജനാധിപത്യം കൊണ്ട് നമ്മൾ ഗാന്ധിജിയൊക്കെ അങ്ങേക്കറിയാമല്ലോ, അദ്ദേഹം സൂചിപ്പിച്ചത് എപ്പോഴും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ആവിഷ്കരിക്കുമ്പോൾ അവനും ഗുണപ്രദമാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ജനാധിപത്യത്തിന്റെ അപ്പോഴാണ് ജനാധിപത്യം കാതലായ ചിന്ത വരേണ്ടത്. പക്ഷെ ജനാധിപത്യത്തിൽ ഒരു കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ പലപ്പോഴും അത് സമൂഹത്തിലെ മേൽത്തട്ടുകാരനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. അല്ലെങ്കിൽ മേൽത്തട്ടുകാരൻ ആ നിയമവ്യവസ്ഥയെ അവന് വേണ്ടി നടപ്പാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചിന്നക്കനാൽ പോലുള്ള മേഖലകളിൽ റിസോർട്ട് നിർമ്മാണം ഇപ്പോഴും ശക്തമായി നടക്കുന്നത്. വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇതിനൊക്കെ കൃത്യമായ റെഡ് സോണിലും അല്ലാത്തടത്തുമൊക്കെ നിയമങ്ങളും ചട്ടങ്ങളും നിയന്ത്രണങ്ങളെല്ലാം എല്ലാം ഉണ്ട്. എന്നിട്ടും അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മലയോര സമര ജാഥയിൽ അഡ്രസ്സ് ചെയ്യപ്പെടും, അഭിസംബോധന ചെയ്യപ്പെടും എന്ന് തന്നെ കരുതാം, അല്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് 13 പഞ്ചായത്തുകളെ ബാധിച്ചിരിക്കുന്ന നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള നിയമങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ജാഥയാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങളോട് കൊടുക്കുന്ന വാഗ്ദാനം പാലിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു കാര്യമാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താം. UDF ഒന്ന് അധികാരത്തിൽ വന്നോട്ടെ, അങ്ങനെയായാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയവ് കിട്ടുമെന്നും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനേക്കാൾ വേഗത്തിൽ പണിയാമെന്നും വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിലവിൽ UDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും കെട്ടഴിച്ച് വിടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പറയുന്നില്ല. പക്ഷേ ശരിയല്ലല്ലോ, അങ്ങനെ വിടാനും പാടില്ല. പക്ഷേ സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെടുന്ന നിയമ നിഷേധനങ്ങൾ, സമ്പന്നന്മാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അത് ആ തട്ടിൽ മാറ്റാതെ എല്ലാവർക്കും അവൻ്റെ വീട് പണിയാൻ, ഒരു തൊഴുത്ത് പണിയാൻ, ഒരു ഷെഡ് പണിയാനായിട്ട് അതിനൊക്കെ ഉള്ളൊരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ ഇത്തരം വരിഞ്ഞു മുറുക്കപ്പെട്ട നിയമങ്ങളിൽ കാര്യമായ കാതലായ ഇളവ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കും എന്നതിൻ്റെ സൂചനയാണ് നാളെ വരുന്ന ജാഥ. വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന ഒരു പൊതുപ്രവർത്തനം എന്നതിൽ അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിനെ വരവേൽക്കുന്ന, ഇന്നിപ്പോൾ കോതമംഗലത്ത് സമാപിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കുട്ടമ്പുഴ പോലെയുള്ള, മലയാറ്റൂർ പോലെയുള്ള മേഖലകളിൽ നിന്ന് വളരെയധികം ആളുകൾ, മുള്ളരിങ്ങാട് പോലുള്ള മേഖലകളിൽ നിന്ന് കോതമംഗലത്ത് വൈകുന്നേരം എത്തിച്ചേരുന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനം നോക്കുന്നത്. ഈ വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉന്നതരായ ആളുകൾ നാളെ അവരാണ് ഈ നാട് ഭരിക്കാൻ പോകുന്നത്, നയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അവർ തീരുമാനിക്കപ്പെടുന്നതായിരിക്കണം 2026 മുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ആകാംക്ഷ കൂടി ഉള്ളത് കൊണ്ട് തീർച്ചയായും ഇതിൽ ഭാഗവക്കാകുവാൻ സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേര് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ചില ഉദ്യോഗസ്ഥ ലോബികൾ ഉൾപ്പെടെയുണ്ട് പല രംഗത്തും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കാണാതെ പോവില്ല എന്ന് വേണം വിശ്വസിക്കാൻ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ജനകീയമായ ജനപക്ഷമായ ഈ നിലപാടിൽ നിന്ന് സംസാരിച്ചതിന്. ഒരിക്കൽ എല്ലാവിധ നിയമങ്ങളോടും നിയമവശങ്ങളോടും കൂടി കുടിയേറിയ ജനതയാണ് ഹൈറേഞ്ചിലെ കർഷകർ. ഇവിടുത്തെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒരു നിമിഷം പോലും സമാധാനപരമായി ജീവിച്ചു മുന്നേറാൻ കഴിയാത്ത രീതിയിൽ വന്യമൃഗശല്യവും ഒപ്പം തന്നെ മറ്റ് നിയമങ്ങളും പ്രശ്നമാവുകയാണ്. ഇതിൽ നിന്നും ജനതയ്ക്ക് ഒരാശ്വാസം വേണ്ടേ? ഈ ആശ്വാസത്തിന് മലയോര സമരജാഥയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും? നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.